നമസ്കാരം. ഡൽഹി നടുക്കിയുണ്ടായ ഒരു കൊലപാതകമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. 20-കാരനായ മകൻ സ്വന്തം സഹോദരിയെയും അച്ഛനെയും അമ്മയെയും കഴുത്തറത്ത് കൊന്ന വാർത്ത നടുക്കത്തോടെയാണ് ഇന്ത്യ കേട്ടത്. കഴുത്തറുത്ത് കൊന്നു എന്നതിന് പുറമെ ആ കുറ്റം മറച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ 20-കാരൻ. എന്തിനാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും 20-കാരനായ ഈ പയ്യൻ കൊന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. 20-കാരനായ മകൻ സംസ്ഥാനതല ബോക്സറാണ്. മുൻ സൈനികനായ പിതാവിന് പക്ഷേ താല്പര്യം പഠനത്തിൽ മിടുക്കിയായ 23-കാരിയായ മകളെയായിരുന്നു. ഇതിനാണ് മകൻ പ്രകോപിതനായത്. മാതാപിതാക്കളെ 25-ാം വിവാഹ വാർഷികത്തിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ മകൻ പദ്ധതിയിടുകയായിരുന്നു. സഹോദരിയുടെ പിറന്നാൾ ദിനത്തിൽ ബന്ധുക്കളുടെ മുൻപിൽ വെച്ചുണ്ടായ ഒരു അപമാനമാണ് ഈ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി യുവാവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കൊലപ്പെടുത്തി മാതാപിതാക്കളെയും സഹോദരിയെയും ക്രൂരമായി കൊലപ്പെടുത്തി കേസിലകത്തായ ദില്ലി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥി അർജുൻ തൻവാർ പോലീസിന് നൽകിയ മൊഴിയിലെ വിവരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. ദക്ഷിണ ദില്ലിയിലാണ് ബുധനാഴ്ച രാവിലെ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. മുൻ സൈനികനായ 51-കാരൻ രാജേഷ് കുമാറും ഭാര്യ 46-കാരിയായ കോമൾ, 23-കാരിയായ മകൾ കവിത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പോലീസിൽ വിവരമറിയിച്ച ബിരുദ വിദ്യാർത്ഥിയായ അർജുൻ തൻവാറിനെ ചോദ്യം ചെയ്ത സമയത്തുണ്ടായ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങളാണ് ഈ കേസിൽ അർജുനാണ് പ്രതി എന്ന നിലയിൽ പോലീസിനെ എത്തിച്ചത്. ബുധനാഴ്ച രാവിലെ 6:53 ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അർജുൻ പോലീസിനെ വിളിക്കുന്നത് ഈ സമയത്താണ്. ജിമ്മിൽ പോയി തിരികെ എത്തിയപ്പോൾ മാതാപിതാക്കളെയും സഹോദരിയെയും ആരോ അപായപ്പെടുത്തി എന്നാണ് ഈ 20-കാരൻ പോലീസിനോട് പറഞ്ഞത്. ആരോ ഫ്ളാറ്റിൽ നുഴഞ്ഞു കയറി ആക്രമിച്ചു എന്ന സംശയത്തിലാണ് പോലീസ് കേസിൽ അന്വേഷണവും നടത്തിയത്. പക്ഷേ അന്വേഷണം പുരോഗമിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം, സ്വന്തം മകൻ തന്നെയാണ് മാതാപിതാക്കളെയും സഹോദരിയെയും കൊലപ്പെടുത്തിയത് എന്ന വാർത്ത പുറത്തു വരികയായിരുന്നു. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് വിവരം തിരക്കിയ സമയത്ത് അർജുന്റെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് പ്രതിയിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്. അർജുന്റെ മൊഴിയിൽ ഉണ്ടായ വൈരുദ്ധ്യം പ്രത്യേകിച്ചും മൃതദേഹം കണ്ടെത്തിയത് എങ്ങനെയാണ് എന്നടക്കമുള്ള വിവരങ്ങൾ അർജുന്റെ മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യം ഉണ്ടാക്കി. എന്തായാലും കുടുംബാംഗങ്ങൾക്ക് മേൽ ഏറെ നാളായിട്ട് സൂക്ഷിച്ച ഒരു വൈരാഗ്യമാണ് അർജുനെ ഇത്തരം ഒരു കുറ്റകൃത്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചത്. അർജുൻ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളിൽ രക്തക്കറ കണ്ടെത്തിയതൊക്കെ ഈ കേസിലേക്ക് പോലീസിനെ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ചിരിക്കുകയാണ്. അർജുന്റെ പിതാവിന് മകൻ ബോക്സിംഗിലേക്ക് തിരിഞ്ഞതിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. മകൻ ഉഴപ്പി നടക്കാനായി ആർട്സ് വിഷയവും ബോക്സിംഗും തിരഞ്ഞെടുക്കുന്നു എന്നായിരുന്നു രാജേഷ് കുമാർ പറഞ്ഞിരുന്നത്. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന സഹോദരിയുമായി നിരന്തരം അർജുനെ രക്ഷിതാക്കൾ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു. ദില്ലിയെ പ്രതിനിധീകരിച്ച് നേടിയ വെള്ളി മെഡൽ പോലും സഹോദരിയുടെ അച്ചടക്കത്തിനും പഠന മികവിനും പകരം വെക്കാനോ അത് മാത്രമല്ല ബോക്സിംഗിലെ താല്പര്യം അംഗീകരിക്കാനോ വീട്ടുകാർക്ക് കാരണമാവാത്തതിൽ അർജുന് ഭയങ്കര നിരാശയായിരുന്നു. ഇതൊരു വൈരാഗ്യമായിട്ട് മനസ്സിൽ കിടന്ന് വളരുകയായിരുന്നു. ഡിസംബർ 1-ാം തീയതി സഹോദരിയുടെ പിറന്നാൾ ആഘോഷത്തിൽ രാജേഷ് കുമാർ അർജുനെ ബന്ധുക്കളുടെ ഒക്കെ മുന്നിൽ വെച്ച് അടിച്ചിരുന്നു. അച്ഛനും മകനും തമ്മിലുള്ള വാക്കേറ്റം ഇരുഭാഗത്തേക്കുമുള്ള കായിക ആക്രമണത്തിലേക്കും എത്തിയിരുന്നു. ബന്ധുക്കളുടെ മുന്നിൽ വെച്ചുണ്ടായ അപമാനത്തിന് പുറമെ ഇവർ താമസിച്ചിരുന്ന ഇരുനില വീടും ഗുഡ്ഗാവിൽ ഇവർക്കുള്ള വസ്തുവും സഹോദരിക്ക് നൽകാനുള്ള പിതാവിന്റെ തീരുമാനം കൂടി അറിഞ്ഞതോടെയാണ് അർജുൻ കൂടുതൽ പ്രതികാരദാഹിയായിട്ട് മാറിയത്. അങ്ങനെയാണ് ഈ യുവാവ് ഒരു കടുത്ത കൈ ചെയ്യാനായി തുനിയുന്നത്. ബുധനാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടി യുവാവ് പിതാവിന്റെ കത്തിയെടുത്ത് ആദ്യം സഹോദരിയുടെ കഴുത്തറക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഉറങ്ങിക്കിടന്ന പിതാവിനെയും കഴുത്തറത്ത് കൊലപ്പെടുത്തി. ഈ പിതാവിന്റെ കൊലപാതക സമയത്ത് ശുചിമുറിയിലായിരുന്ന അമ്മ പുറത്തിറങ്ങിയതോടെ ഇവരെയും കൊലപ്പെടുത്തിയ ശേഷം സാധാരണ രീതിയിൽ ഈ യുവാവ് ജിമ്മിലേക്ക് പോവുകയായിരുന്നു. ജിമ്മിൽ പോയി തിരികെ വന്നു.
ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് എന്നാണ് ഈ യുവാവ് പറയുന്നത്. അങ്ങനെ ജിമ്മിൽ പോയി തിരിച്ചു വന്ന ഈ യുവാവ് പോലീസിനെ വിളിച്ച് പറയാണ് ആരോ ഫ്ളാറ്റിൽ കയറി തന്റെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തി എന്ന്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സ്വന്തം മകൻ തന്നെയാണ് ഇത്തരം ക്രൂരകൃത്യം ചെയ്തത് എന്ന വിവരം ലഭിച്ചത്.